ജാസി ആഷിയുടെ എന്തൊരു വിഷയത്തിൽ ഉമ്മയുമായിട്ടുള്ള എന്തൊരു വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ ഉമ്മ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങളുടെ ഫാമിലി ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ജാസി തന്നെ അത് ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു വിരോധാഭാസം ആയി. അത് കേരളത്തിൽ ഒന്നടങ്കമുള്ള എല്ലാ ട്രാൻസ് മനുഷ്യരും ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഫാമിലിയായിട്ട് എബ്രോഡുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ നിലവിൽ അത് പലയിടങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടു. ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളെ നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പല സ്റ്റേറ്റ്മെന്റുകളും ഈ പറഞ്ഞ ജാസി ആഷി ആണെങ്കിൽ പോലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എങ്കിൽ പോലും കമ്മ്യൂണിറ്റിക്ക് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ പടച്ചു വിടുന്ന ഉത്തരങ്ങൾ അതൊട്ടും ഡൈജസ്റ്റബിൾ അല്ല. അത് പല മനുഷ്യരെയും എസ്പെഷ്യലി ട്രാൻസ് വുമൻസ് ആയിട്ടുള്ള വ്യക്തികളെ അത് ബാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. മീഡിയ ചോദിക്കും, ഓരോന്ന് പൊട്ടത്തരം കിട്ടാൻ വേണ്ടി ഓരോന്ന് ചോദിക്കും, അത് കിട്ടുമ്പോൾ നിങ്ങളും ഹാപ്പിയാകും, പിന്നെ എയറിലും കയറും. അത് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും സ്റ്റേറ്റ്മെന്റ്സ്.